ഹലോ ഗൈസ്, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് അതിൻ്റെ പെർഫെക്റ്റ് സമയം വരെ വേണ്ടി നോക്കിയിരിക്കുന്ന ആളാണോ? ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇതുപോലൊരു ഡെയിലി വ്ളോഗ് പോലൊരു സംഭവം ഇടണം, ലൈഫ് ഇമ്പ്രൂവ്മെൻറ്റ് ജേണി പോസ്റ്റ് ചെയ്യണമെന്നൊക്കെ. പക്ഷേ ഞാൻ വിചാരിച്ചു ഇപ്പോൾ സമയമില്ല, സമയം വരട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും ഒരു കാര്യം മനസ്സിലായത്, അങ്ങനെ ഒരു സമയം വരാനേ പോകുന്നില്ല. എനിക്ക് ഇന്നോട്ട് സമയം കിട്ടാതെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. എന്തായാലും ഇന്നോട്ട് എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ജേണി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഡോക്യുമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സ്വന്തം കാര്യങ്ങൾക്ക് സമയമില്ലെന്ന് വിചാരിക്കുന്നവർക്ക് ഈ വീഡിയോ ഉണ്ട് കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം സമയം ശരിക്കും ഉണ്ടെന്ന്. എനിക്ക് എല്ലാ ദിവസം 12 മണിക്കൂർ ഷിഫ്റ്റ് ഉണ്ട്. അതായത് ട്രാവലോടെ കൂട്ടി ഏകദേശം 13 മണിക്കൂർ. രാവിലെ 6:30 ഇറങ്ങി കഴിഞ്ഞാൽ തിരിച്ചെത്തുമ്പോൾ ഏകദേശം 7:30 ആവും. പക്ഷേ അതും പറഞ്ഞ് എക്സ്ക്യൂസും പിടിച്ചിരിക്കാൻ എന്നെ കിട്ടൂല. രാവിലെ 4:00 കയറാൻ വെച്ചെങ്കിലും എണീറ്റപ്പോഴത്തേക്ക് 5 മണിയായി. എന്നാലും കുഴപ്പമില്ല, അപ്പോൾ അത് കട്ടിലിൽ നിന്ന് വരങ്ങി താഴെ ഇറങ്ങി ഓടാൻ വേണ്ടി ഇറങ്ങി. ആദ്യം ഞാൻ വിചാരിച്ച ഒരു 3 കിലോമീറ്റർ ഓടാനാണ്, പക്ഷേ 2 കിലോമീറ്റർ ആയപ്പോഴത്തേക്ക് ഞാൻ നിർത്തി. സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ് എന്നാണല്ലോ, പറ്റുന്ന പോലെ അത്രയെങ്കിലും ചെയ്യുക. ഇന്നത്തെ കൂടെ ഓട്ടം ഞാൻ 2 കിലോമീറ്റർ ഓടി നിർത്തി. ഓടിയിട്ട് തിരിച്ചു വന്നപ്പോൾ ഏകദേശം 5:45. സത്യം പറഞ്ഞാൽ എനിക്ക് 1 മിനിറ്റ് പോലും കളയാനില്ല. എല്ലാ സമയം വൃത്തി ഉപയോഗിച്ചാൽ മാത്രമേ റെഡിയായി ഓഫീസിൽ പോകാൻ പറ്റൂ. അതുകൊണ്ട് ചുമ്മാ ബോഡി ഫ്ലെക്സ് ചെയ്ത് സമയം കളയാതെ ബാക്കി വർക്കൗട്ടിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. വർക്കൗട്ടിനകത്ത് ആദ്യമായിട്ട് അപ്പർ ബോഡിക്ക് വേണ്ടി 25 പുഷപ്പ് എടുത്തു. അതാവുമ്പോൾ ട്രൈസെപ്സിന് ഷോൾഡറിലോ കുറച്ച് എൻഗേജ് ആവുമല്ലോ. രണ്ടാമത് അപ്പറും ലോവറും അബ്ഡമിന് വേണ്ടിയിട്ട് ഈ കാണുന്ന എക്സർസൈസ് 30 വട്ടം ചെയ്തു. ഇതിന്റെ പേര് എനിക്ക് കറക്റ്റ് അതിനോട്, പക്ഷേ നല്ല എഫക്റ്റീവ് സാധനമാണ് കേട്ടോ. പിന്നെ എൻ്റെ ഫേവറേറ്റ് സാധനം പുള്ളപ്പും ചിന്നപ്പും മാറി ഏകദേശം മൊത്തം കൂട്ടി 15 എടുത്തു. എല്ലാം കഴിഞ്ഞ് അവസാനം കാലിന് വേണ്ടി കുറച്ച് സ്ക്വാട്ടും കൂടെ എടുത്തു. അതൊരു 20-30 എടുത്തു. ഇത്രയുള്ള എൻ്റെ മോർണിംഗ് വർക്കൗട്ട് റൊട്ടീൻ. ഒരു അരമണിക്കൂർ പരിപാടി കഴിയുകയും ചെയ്യും, ഇത്ര നല്ല ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയും ചെയ്യും. വർക്കൗട്ട് പോലെ തന്നെ കൂൾ ഡൗൺ സ്ട്രെച്ചിങ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ എൻഗേജ് ചെയ്ത മസിലൊക്കെ ഒന്ന് റിലാക്സ് ആക്കി സ്ട്രെച്ച് ചെയ്ത് വിടണം. ഇനിയുള്ള 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വണ്ടി വരും. അപ്പോഴത്തേക്ക് റെഡിയായി ഫുഡും കഴിച്ച് വണ്ടി കയറി ഓഫീസിൽ പോകണം. ഇത്ര ചെയ്യുമ്പോഴത്തേക്ക് സമയം ഏകദേശം 6:15. ഞാൻ എപ്പോഴും പറയുന്ന പോലെ സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ്. അതായത് ഉള്ള സമയം കുറച്ചെങ്കിലും ഉപയോഗിക്കുന്നതിലാണ് കാര്യം, അല്ലാതെ കുറേ സമയം നോക്കിയിരുന്നിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നതിൽ എത്രയോ ഭേദമാണത്. ഞാൻ ഇന്ന് കഴിച്ച ഫുഡുകൾ കാണിച്ചു തരാം. ഈ കാണുന്ന ചപ്പാത്തിയും ഗ്രീൻ പീസും ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അതിന് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു ലഞ്ച്. ആൻഡ് അവസാനം വേണ്ടി ചപ്പാത്തി ചിക്കൻ കറി ആയിരുന്നു ഡിന്നർ. ഇതെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് 3 കോഫി, 2 പഴം, 1 ആപ്പിൾ, 1 ഫ്രൂട്ട് ജ്യൂസ്, ഇത്രയും ഞാൻ കഴിച്ചു കാണും. കോഫി ഷുഗർലെസ് ആയിട്ട്, ഇതൊക്കെ പിന്നെ കമ്പനിയും തരുന്നുണ്ടെങ്കിൽ എടുത്ത് കഴിക്കുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായില്ലേ, സമയം കണ്ടുപിടിക്കാൻ എനിക്ക് ആർക്കും പറ്റും. ഒന്നും വെച്ച് താമസിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് തുടങ്ങുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം. ആക്ച്വലി എനിക്ക് സമയമില്ല, ഒട്ടും സമയമില്ല. അതായത് ഇപ്പം എനിക്ക് കിടന്ന് ഉറങ്ങണം, എന്നാലേ രാവിലെ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റൂ. യാത്ര കഴിഞ്ഞ് വന്നു, അവിടെ നല്ല പണിയാണ്. പക്ഷെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഉള്ള സമയം ഉപയോഗിക്കുക, അതിലാണ് കാര്യം. ഉപയോഗിക്കുക, എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കുക, വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മുടെ ഹെൽത്ത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉള്ള സമയം ഉപയോഗിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ആവശ്യത്തിന് സമയം കിട്ടും. നമ്മൾ ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കാണുന്ന, യൂട്യൂബിൽ ആവശ്യമില്ലാത്ത വീഡിയോ കാണുന്ന സമയം മതി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്തുവരെ ഞാൻ തൊട്ട് ഡെയിലി ഇങ്ങനത്തെ വീഡിയോ ഇടുന്നതായിരിക്കും. എൻ്റെ കൂടെ ഇന്നാൽ നമുക്ക് ഒരുമിച്ച് ബിൽഡ് ചെയ്യാം. ഓക്കെ.